നമസ്കാരം. എല്ലാവരും വീട്ടിലുണ്ടായിരിക്കണം, ഒരു മനുഷ്യനും പുറത്തിറങ്ങരുത്. ഇത് പറയുന്ന കള്ളന്മാർ വരണോണ്ടല്ല കേട്ടോ, അല്ല കൊള്ളക്കാർ വരുന്നല്ല. ജാഗ്രതയിൽ നിങ്ങളുടെ വോട്ട് വേണമെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാവുക. വോട്ട് വേണോ വീട്ടിലുണ്ടാവുക. SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, പ്രത്യേക തീവ്ര പുതുക്കൽ എന്നൊക്കെ മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ നവീകരിക്കൽ. 2012 അടിസ്ഥാന രേഖയാക്കി വെച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ, രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ SIR തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ വീടുകളിൽ BLOമാർ വരും. BLOമാരെന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സാണ്. അതിന് സംസ്ഥാനത്തെ വിവിധ ഓഫീസർമാരെ അത് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ജോലി ചെയ്യുന്ന ആളുകളെ ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ടർ ഓഫീസർ അങ്ങോട്ടേക്ക് അവരുടെ സേവനം സർക്കാരിൽ നിന്ന് മേടിച്ച് അവർ വീടുകളിൽ വരുമ്പോൾ 2012 നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവർ ലിസ്റ്റുമായിട്ടായിരിക്കും വരുന്നത്. ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പുതുക്കി തരും. നിങ്ങളുടെ ആരുടെ 2 ഫോം തരും. 2 ഫോമും പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കളർ ഫോട്ടോ വയ്ക്കണമെന്ന് നിർബന്ധം പറയുന്നില്ല. എല്ലെങ്കിലും പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് BLO ആയിട്ടുള്ള ഒരു ധാരണയുടെ പുറത്ത് അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരും? ഒരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നവംബർ മാസം 9 മുതൽ ഡിസംബർ 8 വരെ, അല്ല 9 വരെ, ഡിസംബർ വരെ ആണ് ഇതിൻ്റെ വീടുകളിൽ എത്തുന്നത്. ഡിസംബർ കഴിഞ്ഞാൽ ജനുവരിയിലാണ് ഇതിൻ്റെ കരട്. ഡിസംബറിൽ കരട് പ്രഖ്യാപിക്കും. ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി വരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഫെബ്രുവരി 8-ാം തീയതി 9-ാം തീയതി മറ്റോ ആണിത്. ഫെബ്രുവരിയിലാണ്, ആദ്യം ആഴ്ചയിലാണിത് പ്രസിദ്ധീകരിക്കുന്നത്. ഫുള്ള് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ പരാതിക്ക് സ്കോപ്പില്ല. അപ്പോൾ പരാതി നേരത്തെ കൊടുക്കണം. വീട്ടിൽ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ഒന്ന്, ആധാർ കാർഡ് ഇപ്പം സ്വീകരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ സ്വീകരിച്ചിരുന്നില്ല, പക്ഷേ ആധാർ കാർഡ് ഗവൺമെൻറ്റിൻ്റെ ഒരു രേഖയാണ്, അത് സ്വീകരിക്കണം. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം ഒന്നാമത്തെ ഒരു ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു യോഗ്യത. 2, 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ജാതി മതമൊന്നും വിഷയമല്ല. സ്ഥിര താമസക്കാരായിരിക്കണം. സ്ഥിരം എന്ന് പറഞ്ഞാൽ വാടകയ്ക്കായാലും, അല്ലാതെ സ്ഥിരം വീടല്ല, സ്ഥിരം താമസം ഇവിടെ ആയിരിക്കണം, കേരളത്തിലായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആധാർ, പാസ്പോർട്ട്, റേഷൻ കാർഡ്, പാൻ കാർഡ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രേഖകളുണ്ടല്ലോ. സർക്കാർ ബാങ്ക് പാസ്ബുക്ക്, ഇങ്ങനെ സർക്കാരിൻ്റെ രേഖകളുണ്ട് ഒരുപാട്, സർക്കാരിൻ്റെ സംവിധാനങ്ങൾ. ആ രേഖകൾ ഏതെങ്കിലും ഒന്ന് കാണിക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ അറിയും നമ്മൾ ലിസ്റ്റിലുണ്ടോ എന്ന്? അതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ പേര് കൊടുത്തു, റെസിപ്റ്റ് വാങ്ങി, അവർ 2 ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു, വീട്ടിൽ വന്നു ഫില്ല് ചെയ്ത് കൊടുത്തു, സന്തോഷമായി ചായ കൊടുത്ത് അവർ പോയി. പക്ഷെ അവർ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിസംബർ 9 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് പേരുണ്ട്. അവരുമായിട്ട് ഒന്ന് പഞ്ചായത്ത് കോർപ്പറേഷനിലെ കൗൺസിലറുണ്ട്, പഞ്ചായത്തിലെ മെമ്പറുണ്ട്, അല്ലെങ്കിൽ നാട്ടിലെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആളുകളെ ഒന്ന് സമീപിച്ചാൽ അവർക്ക് ലിസ്റ്റ് കിട്ടും. പിന്നെ സൈറ്റിൽ കയറിയാലും കാണാൻ പറ്റും, വെബ്സൈറ്റിൽ കയറിയാലും കാണാൻ പറ്റും ഇലക്ഷൻ കമ്മീഷൻ്റെ. എന്തായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഇവർ വരുമ്പോൾ അവരോട് ചോദിച്ചാൽ അവരെ ലിസ്റ്റ് കാണും. ലിസ്റ്റ് നോക്കുമ്പോൾ പേര് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പേര് തെറ്റിക്കിടക്കുന്ന മാറ്റണമെന്നുണ്ടെങ്കിലോ പേരില്ലെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. പരാതി കൊടുക്കേണ്ട ചിലപ്പോൾ അക്ഷയയെ പോയിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക. പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഹിയറിങ്ങിന് വിളിക്കും. ആ ഹിയറിങ്ങോടുകൂടി നിങ്ങളുടെ പേര് ഇതിനകത്ത് ഉൾപ്പെടുത്തി തരും. നിങ്ങൾ നേരിട്ട് ചിലപ്പോൾ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട സ്ഥലത്ത്, അവർ പറയുന്ന സ്ഥലത്ത് പോകേണ്ടി വരും. ഈ ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആ പോക്ക് ഒഴിവാക്കാനും, ഈ പിന്നെ നമ്മുടെ അക്ഷയയിലെ പോക്ക് ഒഴിവാക്കാനും, ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, കൃത്യമായി നമുക്ക് എന്ത് ചെയ്യുക? വീടുകളിൽ ഉണ്ടാവുക. വീടുകളിൽ നിന്ന് പുറത്ത് പോണവർ, ടൂർ പോണവർ, പകർ വീട്ടിൽ ആളില്ലാത്തവർ ദയവായി പ്രധാനപ്പെട്ട ഒരാളിൻ്റെ മൊബൈൽ നമ്പർ വീട്ടിലൊന്ന് എഴുതി ഒട്ടിച്ചിട്ട് പോയാൽ BLOമാർക്ക് വിളിക്കാനും നിങ്ങൾക്ക് കാര്യങ്ങൾ എടുക്കുവാനും വളരെ സൗകര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് വരിക. വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ധർമ്മമാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതിൻ്റെ പ്രാഥമിക പടിയാണ്, ഒന്നാമത്തെ പടിയാണ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളത്. അതുകൊണ്ട് SIR വരുന്നു, ജാഗ്രത.